സമർപ്പിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ 15-ലേക്ക് നീട്ടിയത് ടാക്സ് ഓഡിറ്റ് ബാധ്യതയുള്ളവർക്ക് മാത്രമല്ല, ഏതെങ്കിലും ഓഡിറ്റിന് ബാധ്യതയുള്ളവർക്കും ബാധകമാണ്. ടാക്സ് ഓഡിറ്റ് നിർബന്ധമായിട്ടുള്ള പാർട്ണർഷിപ്പ് സ്ഥാപനങ്ങളിലെ വർക്കിംഗ് പാർട്ട്നേഴ്സിനും 15 വരെ റിട്ടേൺ സമർപ്പിക്കാം. വിശദാംശങ്ങളുമായി ഇനി ടാക്സ് ഗുരു. ആദായ നികുതി സംബന്ധിച്ച സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് നികുതി വിദഗ്ധനും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ കെ.സി. ജോസഫ് വർഗീസ്. NRIകളുടെ, അതായത് പ്രവാസി ഭാരതീയരുടെ ഇന്ത്യയിലുള്ള വരുമാനത്തിനുള്ള TDS നിരക്കുകളെ പറ്റി പലർക്കും സംശയമുണ്ട്. അങ്ങനെ ഒരു സംശയമാണ് ശ്രീ മുനീർ പരിയാരത്ത് സൗദി അറേബ്യയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. 2010-11 സാമ്പത്തിക വർഷത്തിൽ NRI ഉള്ളവരുടെ വരുമാനത്തിൻ്റെ ടാക്സ് ഡിഡക്ഷൻ നിരക്ക് എത്രയാണ് എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. നോൺ റെസിഡൻ്റ് ആയിട്ടുള്ളവർക്കുള്ള TDS നിരക്ക് വ്യത്യസ്തമാണ്. ആദായ നികുതി നിയമത്തിലെ 195-ാം വകുപ്പ് പ്രകാരമാണ് നിങ്ങളിൽ നിന്നും TDS പിടിക്കുന്നത്, നിങ്ങളുടെ വരുമാനത്തിൽ നിന്നും TDS പിടിക്കുന്നത്. ഈ വകുപ്പ് പ്രകാരം ഏറ്റവും കൂടിയ നിരക്കായ 30% നിങ്ങൾക്ക് നിന്ന് ഈടാക്കുന്ന TDS നിരക്ക്. എന്നാൽ സർചാർജ്, വിദ്യാഭ്യാസ സെസ് എന്നിവ ചേർത്ത് പിടിക്കണമെന്ന വ്യവസ്ഥ നിർത്തലാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഉളവാകുന്ന വാടക, പലിശ എന്നിങ്ങനെയുള്ള വരുമാനങ്ങളെല്ലാം തന്നെ ഈ വരുമാനങ്ങൾക്കെല്ലാം തന്നെ ഈ വകുപ്പ് ബാധകമാണ്. എന്നാൽ മൊത്ത വരുമാനം 1,60,60,000 രൂപയിൽ താഴെയാണെങ്കിൽ TDS പിടിക്കേണ്ടതില്ല എന്നോ കുറഞ്ഞ നിരക്കിൽ പിടിച്ചാൽ മതിയെന്നോ നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നൽകാൻ ആദായ നികുതി ഓഫീസർക്ക് അധികാരമുണ്ട്. ആദായ നികുതി നിയമത്തിലെ 197-ാം വകുപ്പ് പ്രകാരമാണ് ഈ അധികാരം നൽകപ്പെട്ടിരിക്കുന്നത്. ഇതിനായി ഫോം നമ്പർ 13-ൽ അപേക്ഷ നൽകണം. നാട്ടിൽ സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു NRI ആണ് ശ്രീ സുനിൽ. നാട്ടിൽ കുറച്ച് സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നു, നികുതി ബാധ്യതയുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. സ്ഥലം വാങ്ങിക്കുമ്പോൾ ആദായ നികുതി ബാധ്യതയൊന്നും വരുന്നതല്ല. എന്നാൽ സ്ഥലം പിന്നീട് എന്തെങ്കിലും വിൽപ്പന നടത്തുകയാണെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻസ് വരുന്നുണ്ടോ എന്ന് നോക്കേണ്ടിയിരിക്കുന്നു. ഉത്ഭവസ്ഥാനത്ത് നിന്നും നികുതി പിടിക്കാതിരിക്കാൻ ഫോം നമ്പർ 15G, 15H എന്ന് ആർക്കൊക്കെ നൽകണം എന്നുള്ളതിനെ പറ്റി വളരെയധികം സംശയങ്ങളുണ്ട്. കൃഷ്ണൻകുട്ടി വൈക്കത്ത് നിന്ന് ചോദിക്കുന്നത്, ശമ്പളവും പലിശ വരുമാനവും ചേർത്താൽ മൊത്ത വരുമാനം 1,60,000-ൽ കൂടുതലാകും. TDS പിടിക്കാതിരിക്കാൻ ഫോം നമ്പർ 15G അഥവാ 15H നൽകാമോ? നികുതി ബാധ്യതയുള്ള പക്ഷം ഫോം നമ്പർ 15G അഥവാ 15H നൽകരുത്. കാരണം ഈ ഫോമുകളിൽ നടത്തുന്ന സത്യപ്രസ്താവനകളിൽ പറയുന്നത് ഫോം നൽകുന്ന സ്ഥാപനത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ചേർത്താലും നികുതി ബാധ്യത വരുന്നില്ല എന്നാണ്. ഇത് ഒരു സത്യവാങ്മൂലം തന്നെയാണ്. തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടാൽ പ്രോസിക്യൂഷൻ വരെ സാധ്യതയുണ്ട്. 15H മുതിർന്ന പൗരന്മാർക്കാണ് ബാധകം, മറ്റുള്ളവർക്ക് ബാധകമായ ഫോം 15G ആണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മാത്രം ഈ ഫോം സമർപ്പിക്കുക. നികുതിയിൽ നിന്നും വിമുക്തമായിട്ടുള്ള പല അലവൻസുകളുമുണ്ട്. നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ കൺവെയൻസ് അലവൻസിനെ പറ്റി പറയുകയുണ്ടായി. അതുപോലെ തന്നെ യൂണിഫോം അലവൻസിനെ പറ്റിയുള്ള ചോദ്യമാണ് ശ്രീ കരുണാകരൻ നമ്പ്യാർ ചേർത്തലയിൽ നിന്ന് അയച്ചിരിക്കുന്നത്. ശമ്പള വരുമാനത്തിൻ്റെ ഭാഗമായി യൂണിഫോം അലവൻസായി പ്രതിമാസം 500 രൂപ ലഭിക്കുന്നുണ്ട്. ഇതിന് നികുതി ബാധ്യതയുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ആദായ നികുതി നിയമത്തിലെ വകുപ്പ് 10 അതിൻ്റെ ഉപവകുപ്പായ 14 പ്രകാരം യൂണിഫോം അലവൻസ്, അക്കാഡമിക് റിസർച്ച് അലവൻസ് തുടങ്ങിയവയ്ക്ക് നികുതി ഒഴിവുണ്ട്. എന്നാൽ ഇതിലേക്കായി ചെലവായ തുകയ്ക്ക് മാത്രമേ നികുതി ഇളവിന് അർഹതയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് അത് സംബന്ധിച്ചുള്ള രേഖകളും സൂക്ഷിക്കാൻ ബാധ്യതയുണ്ട്. രസകരവും അതേസമയം അപകടവും പിടിച്ചതുമായ ഒരു ചോദ്യമാണ് ശ്രീ ജേക്കബ് മാത്യു കോട്ടയത്ത് നിന്ന് ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് സ്ത്രീധനമായി ലഭിക്കുന്ന തുകയ്ക്ക് ആദായ നികുതി ബാധ്യതയുണ്ടോ എന്നാണ്. സ്ത്രീധനം എന്ന വാക്ക് ഉപയോഗിക്കാതിരിക്കുക. സ്ത്രീധനം വാങ്ങുന്നത് 1961 ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പ്രകാരം കുറ്റകരമാണെന്നാണ് അതിന് കാരണം. പകരം സമ്മാനം എന്ന പദം ഉപയോഗിച്ചാൽ അടുത്ത ബന്ധുക്കളല്ലാത്തവരിൽ നിന്ന് ലഭിക്കുന്ന സമ്മാനങ്ങൾ ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന ഗണത്തിൽപ്പെടുത്തി നികുതി ചുമത്താൻ ഇപ്പോൾ വ്യവസ്ഥയുണ്ട്.
വധുവിൻ്റെ മാതാപിതാക്കൾ വിവാഹത്തിന് മുൻപ് നിങ്ങളുടെ അടുത്ത ബന്ധുക്കളാകാൻ സാധ്യതയില്ലാത്തതിനാൽ ഈ സമ്മാനം നിങ്ങളുടെ വരുമാനമായി കണക്കാക്കി നികുതി ബാധ്യത വരും. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ സ്ത്രീധനം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെപ്പറ്റി പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഇതിന് രക്ഷപ്പെടാൻ ഒരു പോംവഴിയേ ഉള്ളൂ. സമ്മാനം വധുവിൻ്റെ പേരിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറയുക. വിവാഹശേഷം 2 പേർക്കും കൂടി ഇത് ഉപയോഗിക്കാനാവും. വധു വിവാഹശേഷം മുഴുവൻ തുകയും നിങ്ങൾക്ക് സമ്മാനമായി നൽകിയാലും ഭാര്യ അടുത്ത ബന്ധു എന്ന പദത്തിൻ്റെ നിർവചനത്തിൽ വരുന്നതിനാൽ നികുതി ബാധ്യതയില്ല. പക്ഷേ ഇങ്ങനെ നൽകുന്ന സമ്മാനത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഭാര്യയുടെ വരുമാനമായി കണക്കാക്കണം. അതായത് ആദായ നികുതി നിയമത്തിലെ വകുപ്പ് 64 പ്രകാരമുള്ള ക്ലബിംഗ് പ്രൊവിഷൻസിന് വിധേയമായിരിക്കും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ 15 നീട്ടിയ വിവരം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. എന്നാൽ ടാക്സ് ഓഡിറ്റ് നിർബന്ധമുള്ളവർക്ക് മാത്രമാണ് ഇങ്ങനെ നീട്ടി കൊടുത്തിരിക്കുന്നത് എന്ന ഒരു തെറ്റിദ്ധാരണ പരക്കെ ഉണ്ടായിട്ടുണ്ട്. ആദായ നികുതി നിയമത്തിലെ വകുപ്പ് 44AB എന്ന വകുപ്പ് പ്രകാരം ടാക്സ് ഓഡിറ്റ് ബാധ്യതയുള്ളവർക്ക് മാത്രമല്ല അത് ഈ നീട്ടിക്കൊടുത്തിരിക്കുന്നത് എന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും നിയമപ്രകാരമുള്ള ഓഡിറ്റ് ബാധ്യതയുള്ളവർക്കും തീയതി നീട്ടിയത് ബാധകമാണ്. കൂടാതെ ടാക്സ് ഓഡിറ്റ് നിർബന്ധമായിട്ടുള്ള പാർട്ണർഷിപ്പ് സ്ഥാപനങ്ങളിലെ വർക്കിംഗ് പാർട്ട്നേഴ്സിനും നീട്ടിയ തീയതി റിട്ടേൺ സമർപ്പിക്കാൻ നീട്ടിയ തീയതി ബാധകമാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ബിസിനസ് വീക്ക് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ അഭിപ്രായം